നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭാര്യ IPS ആവാൻ പോകുന്ന പരീക്ഷ എഴുതുന്ന സന്തോഷത്തോടെ ഞാൻ ആ ഹാളിന് പുറത്ത് കാത്തിരുന്നു. എന്തിന്? അവൾ എന്ത് ചെയ്താലും ഞാൻ ഒന്നും പറയില്ല എന്നുള്ളതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ കോമാളിയാക്കിയത്. ബോസേ, ബോസിന് സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ അപ്പൊ അനുഭവിച്ച എനിക്കോ? നിങ്ങൾക്കറിയോ, ദർശനോട് എനിക്ക് ബഹുമാനമായിരുന്നു. ഭാര്യയോട് എന്തിനാ ബഹുമാനമോ നിങ്ങൾ ചോദിക്കും. പക്ഷെ പരസ്പര ബഹുമാനം ഇല്ലെങ്കിൽ അവിടെ സ്നേഹം ഉണ്ടാവില്ല, പ്രണയം ഉണ്ടാവില്ല. അവൾ ഇനി എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും എനിക്കതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ബോസേ, ദർശന ബോസിനോട് കാര്യം പറഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. ബോസിനോട് ദർശന ചെയ്തത് ശരിയല്ല എന്നാ എനിക്കുള്ള അഭിപ്രായം. പക്ഷെ ഒരു കാര്യം ബോസ് ഓർക്കണം, ദർശന അങ്ങനെ വെറുതെ ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ഒരു കാരണം കാണും. ദർശനയ്ക്ക് അബദ്ധം പറ്റിയ ബോസ് അല്ലാതെ പിന്നെ ആരാ ക്ഷമിക്കേണ്ടത്? നിങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ ബോസേ? നിങ്ങൾ രണ്ടുപേരും പരസ്പരം ക്ഷമിക്കേണ്ടവരല്ലേ? ഞാൻ ഒന്നിനും കൊള്ളാത്തവനായോണ്ടല്ലേ അവൾ എന്നോട് ഈ കാര്യം പറയാത്തത് അല്ലേ? എന്നോട് ക്ഷമിക്കണം. രൂപേഷേട്ടാ, എന്നോട് ക്ഷമിക്ക് രൂപേഷേട്ടാ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് രൂപേഷേട്ടാ, ഇങ്ങോട്ട് നോക്ക്. രൂപേഷേട്ടാ, രൂപേഷേട്ടാ ഒന്ന് നോക്ക്. രൂപേഷേട്ടാ, രൂപേഷേട്ടാ, രൂപേഷേട്ടാ ഒരു മിനിറ്റ് ഒന്ന് കേക്ക്. ദർശനേച്ചയുടെ കാര്യത്തില് ഇപ്പൊ ഇവിടെ ഉണ്ടായ സംഭവം സത്യത്തില് നമുക്ക് അനുഗ്രഹമായത്. നീ പറഞ്ഞത് ശരിയാ. കുറച്ചു നാളത്തേക്ക് എല്ലാരും ഇനി അതിന്റെ പിന്നാലെ ആയിരിക്കും. ആ സമയം കൊണ്ട് രാഖിയുടെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്തൂടെ? എങ്ങനെ സോൾവ് ചെയ്യുന്ന നീ പറയുന്നേ? മരിച്ചുപോയ രാഖിയെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ അതിന് ഉത്തരവാദികളായവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും. എന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇടി, ഈ കേസിൽ നമ്മൾ മാപ്പുസാക്ഷികളാകണം. മാപ്പുസാക്ഷിയോ? യഥാർത്ഥ പ്രതികൾക്കെതിരെ നമ്മൾ സാക്ഷി പറയണം. നിനക്ക് പേടിയുണ്ടോ? ശരിയായ ചികിത്സ സമയത്ത് നൽകിയിരുന്നെങ്കിൽ രാഖി രക്ഷപ്പെടുമായിരുന്നു. അത് നൽകാൻ പോലും അവർ സമ്മതിച്ചില്ല. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവളുടെ മരണത്തിന് നമ്മളും കാരണക്കാരാണ്. ആ കുറ്റബോധം നമ്മളെ മരണം വരെ വേട്ടയാടും. സമാധാനമായിട്ട് ഒരു രാത്രി പോലും ഉറങ്ങാൻ കഴിയില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഈ ഒരു വഴിയേ ഉള്ളൂ. നീ എന്ത് പറയുന്നു? ഇതിനെല്ലാം കാരണം മയൂരിയാണെന്നുള്ള കാര്യം മറന്നു പോരുത്. അതൊന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. ഈ കേസിലെ മാപ്പുസാക്ഷികളാകാൻ നമ്മൾ തയ്യാറാണെന്ന് നമ്മൾ ഉടൻ തന്നെ ആ രാഖിയുടെ വീട്ടുകാരെ അറിയിക്കണം. എനിക്ക് നല്ല പേടിയുണ്ട്. എടി, നീ പേടിക്കണ്ട. കൂടെ ഞാനില്ലേ? ഞാൻ അവരോട് സംസാരിക്കാം. മാപ്പുസാക്ഷിയാകാൻ നമ്മൾ തയ്യാറാണെന്ന് ഞാൻ പറയാം.
നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ചേച്ചിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. മരുമകള് തെറ്റ് ചെയ്താ അവർക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ പോലും ഇവിടെ ഇറക്കി വിടും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൾ ഈ കുടുംബത്തെ മുഴുവൻ ചതിച്ചിട്ട് വന്നപ്പോഴും ആരും അവളെ ചോദ്യം ചെയ്യാൻ പാടില്ലാന്ന്. എന്തൊരു വേർതിരിവാ നിങ്ങളുടെ ചേച്ചി കാണിക്കുന്നേ? ഇതിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ? അവൾ IPS ആവുന്നതിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ചേച്ചിയായിരുന്നു. പക്ഷേ അവള് പരീക്ഷ എഴുതാതെ വന്നിട്ടും ചേച്ചി ക്ഷമിച്ചു. അവളെ ചോദ്യം ചെയ്ത നമ്മളോട് ദേഷ്യപ്പെട്ടു. ഇത് തന്നെയല്ലേ ഇത്രയും നേരം ഞാനും പറഞ്ഞുകൊണ്ടിരുന്നേ. ഇനി ഒന്നും നോക്കാനില്ല. ഇന്നു മുതൽ അവൾക്ക് ഈ വീട്ടിലൊരു ജോലിക്കാരുടെ സ്ഥാനം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ല, അവക്ക് ഞാൻ രാജകുമാരിയുടെ സ്ഥാനം കൊടുക്കാം. ഒന്ന് പോ മനുഷ്യൻ. അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും, നിങ്ങൾ നോക്കിക്കും. ആ ജോലിക്കാരിയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. എന്നിട്ട് ദർശനെ ഇവിടുത്തെ ജോലിക്കാരിയാക്കണം. എന്തു പറഞ്ഞു അവളെ പറഞ്ഞുവിടും? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതോടെ അവളുടെ നെകളിപ്പ് ഞാൻ അവസാനിപ്പിക്കും. ഇനി എന്നും അവൾ ഈ മരുവത്തൂർ വീട്ടിലെ ജോലിക്കാരിയായി തന്നെ ജീവിക്കും. IPS പരീക്ഷ എഴുതാൻ പോകുന്നെന്നും പറഞ്ഞ് അവൾ ഇവിടെ കാണിച്ച മുഴുവൻ അഹങ്കാരത്തിനും ഞാൻ അവളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. ആ ഡ്രോണിന്റെ കൈ കിട്ടിയ അതോടെ ദർശനയുടെ കാര്യം തീർന്നു. പിന്നെ ഒരിക്കലും നമ്മളെ എതിർക്കാൻ അവൾക്ക് പറ്റില്ല. മരുവത്തൂരിലെ മഹാറാണി പട്ടം അലങ്കരിക്കാൻ വന്നവൾ ഇനി അടുക്കളയിലെ മഹാറാണി പട്ടം അലങ്കരിക്കട്ടെ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. താഴേക്ക് വാ. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് ചെറിയ സംശയമുണ്ട്. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങണോ? അത് സാരമില്ല. നീ ആ സിറ്റോട്ടി വന്ന് വെറുതെ പത്രം വായിച്ചിരുന്നാ മതി. എനിക്ക് മുകളിലേക്ക് നോക്കി കഴുത്ത് വേദനിക്കുന്നു. എനിക്ക് പറ്റൂല. ശരി, ഇഷ്ടമല്ല വരണ്ട. ഞാൻ ഫോൺ കട്ടിയാൻ പോവാ. അയ്യോ, ഫോൺ കിട്ടിയല്ലേ, ഞാൻ വരാം. നിഖിലേട്ടാ, ഇത് സ്റ്റാർട്ട് ആവുന്നില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഒരു പ്രശ്നം അങ്ങോട്ട് തീർന്നേ ഉള്ളൂ. ഇനി ഇത് അടുത്ത കുരിശായിട്ട് മാറുമോ? നിഖിലേട്ടാ പ്ലീസ്. ഒരു മിനിറ്റ്, ഞാൻ വരുന്നു. ഞാൻ വീണയുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി കൊടുത്തോട്ടെ. നിനക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ടൈമുണ്ട്. എന്റെ വീട്ടിൽ താലി കിട്ടാൻ പറഞ്ഞാൽ അത് പറ്റില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, എപ്പോ വേണമെങ്കിലും ആവാം. നീ ഒന്ന് പറഞ്ഞാ മതി. ഇനി ഞാൻ പറഞ്ഞിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാതിരിക്കണ്ട. ചെന്ന് സ്റ്റാർട്ടാക്കി കൊടുക്ക്. ശരി.